ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മദ്രസ തകർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ബാൻഭൂൽപുരയിലാണ് സംഘർഷമുണ്ടായത്. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അറിയിപ്പ് പ്രകാരം 3 പേർ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഘർഷങ്ങളെ തുടർന്ന് ഹൽദ്വാനിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്രമം നടത്തുന്നവരെ കണ്ടാൽ വെടിവെക്കാനുള്ള നിർദ്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട്. സംഘർഷം ഒഴിവാക്കാൻ ഇന്റർനെറ്റ് സേവനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹൽദ്വാനിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചു എന്നാരോപിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ മദ്രസ കെട്ടിടം തകർത്തതിനെ തുടർന്നാണ് ഹൽദ്വാനിയിൽ സംഘർഷമുണ്ടായത്. ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടക്കുന്നുണ്ടായിരുന്നു. കയ്യേറിയ 3 ഏക്കർ തിരിച്ചുപിടിച്ചിരുന്നതായും മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരുന്നതായും മുനിസിപ്പൽ കമ്മീഷണർ പങ്കജ് ഉപാധ്യായ പറഞ്ഞു. ഫെബ്രുവരി 1 മുൻപ് ഒഴിയണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു. പൊളിക്കരുതെന്ന് രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ വഴങ്ങിയില്ല. പ്രദേശവാസികൾ നമസ്കാരത്തിന് കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം വ്യാഴാഴ്ച ബുൾഡോസറുമായി എത്തി തകർക്കുകയായിരുന്നു. അതേസമയം ചരിത്രശേഷിപ്പുകൾ തുടച്ചു നീക്കുന്നത് തുടരുന്ന ഡൽഹിയിൽ മുഗൾ കാലഘട്ടത്തിനും 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച മെഹ്റോളിയിലെ പുരാവസ്തു പ്രാധാന്യമുള്ള അഖോൺജി മസ്ജിദ് ഇടിച്ചു നിരത്തി. ഡൽഹി വഖഫ് ബോർഡ് നിയമിച്ച ഇമാമിന് കീഴിൽ മതപഠനം നടക്കുന്ന 800 വർഷം പഴക്കമുള്ള പള്ളി പൂർണ്ണമായും തുടച്ചു നീക്കിയ ഡൽഹി വികസന അതോറിറ്റി അതോട് ചേർന്നുള്ള ഖബർസ്ഥാനും അപ്പുറത്തുള്ള ഈദ്ഗാഹും ഇടിച്ചു നിരത്തി. ചൊവ്വാഴ്ച സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിനു മുൻപ് വൻ പോലീസ് സന്നാഹവുമായി എത്തിയാണ് ഡൽഹി വികസന അതോറിറ്റി അധികൃതർ പള്ളി പൊളിച്ചു നീക്കിയത്. ഇമാമടക്കം പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും മൊബൈലുകൾ പിടിച്ചെടുത്ത് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്ത ശേഷമാണ് പൊളിക്കാൻ തുടങ്ങിയത്. സ്ഥലം ഡൽഹി വികസന അതോറിറ്റിയുടേതാണെന്നും അത് കാലിയാക്കണമെന്നും പറഞ്ഞായിരുന്നു ഇടിച്ചു നിരത്തലെന്ന് 12 വർഷമായി ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന സാക്കിർ ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഒരു തരത്തിലുമുള്ള മുന്നറിയിപ്പും നൽകാതെയായിരുന്നു നീക്കം. മതപഠനം നടക്കുന്ന പള്ളിയിലെ വിശുദ്ധ ഖുർആൻ പോലും എടുത്തുമാറ്റാൻ അനുവദിക്കാതെയായിരുന്നു DCAയുടെ കർസേവ. പള്ളിയിൽ താമസിച്ചു പഠിക്കുന്ന 22 വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങളും കമ്പിളിപ്പുതപ്പുകളും ഭക്ഷ്യവസ്തുക്കളും അടക്കമുള്ള സാധന സാമഗ്രികൾ ഒന്നുപോലും എടുക്കാൻ അനുവദിക്കാതെ തകർത്ത അവശിഷ്ടങ്ങൾക്കൊപ്പം JCB ഉപയോഗിച്ച് കോരി മാറ്റുകയും ചെയ്തു. പള്ളിയുടെ ഒരു അവശിഷ്ടവും അവശേഷിക്കാത്ത തരത്തിൽ എല്ലാം JCB ഉപയോഗിച്ച് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. പള്ളി നിന്ന സ്ഥലത്ത് മണ്ണിട്ട് നിരത്തുക കൂടി ചെയ്തതോടെ 8 നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളിയും ഖബർസ്ഥാനും ഒരു അടയാളവുമില്ലാത്ത വിധം നാമാവശേഷമായി. ഡൽഹിയിലെ മലയാളി മുസ്ലിങ്ങളുടെ കൂടി ആശ്രയമായിരുന്ന പള്ളിയിൽ വർഷം തോറും മലയാളികൾ സമൂഹ നോമ്പുതുറയും നടത്താറുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.